എനിക്ക് പറയാനുള്ള രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നമുക്കൊക്കെ അറിയാവുന്ന ഒരു പേരാണ് ചന്ദ കൊച്ചാർ. ICICയുടെ ചീഫായിരുന്ന ചന്ദ കൊച്ചാർ എങ്ങനെയാണ് 300 കോടി രൂപ ഈ പറഞ്ഞ വീഡിയോകോൺ സ്കാമുമായിട്ട് ബന്ധപ്പെട്ട് 300 കോടി രൂപ ലോൺ കിട്ടുന്നു, 64 കോടി രൂപ ഇമ്മീഡിയറ്റ്ലി ന്യൂ പവർ റിന്യൂവബിൾസ് എന്ന് പറയുന്ന ദീപക് കൊച്ചാറിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. അങ്ങനെ അവർ അകത്താകുന്നു. പിന്നിലാരാണ്? ദീപക് കൊച്ചാർ. അപ്പോൾ ഒരു ജനപ്രതിനിധിയായിട്ടൊരു വനിത വന്നിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു പുരുഷൻ ഉണ്ടാകാൻ പാടില്ല, ഒരു കറപ്ഷന്റെ പിന്നിൽ ഒരു പുരുഷൻ ഉണ്ടാകാൻ പാടില്ല. ഇനി വൺ മോർ തിങ്, സർ, ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. വൺ മോർ തിങ്, നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ടൈമാണ് അതിജീവത, കേൾക്കുന്ന ഒരു ടൈമാണ്. ദാറ്റ്സ് വിത്ത് ഡ്യൂ റെസ്പെക്ട് ടു ദ സർവൈവേഴ്സ് ആൻഡ് എവറിബഡി. അപ്പം ഞാൻ ചോദിക്കുന്ന ഒരു 9 വയസ്സുള്ള പെൺകുട്ടി വിനോദിനി പാലക്കാട് ജില്ലാ ഹോസ്പിറ്റലിൽ വെച്ച് മെഡിക്കൽ നെഗ്ലിജൻസിന്റെ പേരിൽ കൈ നഷ്ടപ്പെട്ട ഒരു കുട്ടിയാണ്. ആ കുട്ടിക്ക് കൈ കൊടുക്കാനായിട്ട് അതിന്റെ കൈ ആർട്ടിഫിഷ്യൽ ഒരു കൈ വെക്കണം എന്നുള്ള ചിന്ത നമുക്ക് ഉണ്ടായില്ല ഗവൺമെന്റ് ഭാഗത്തു നിന്നും. സ്വാഭാവികമായിട്ടും 2025 ഒക്ടോബറിൽ അങ്ങനെ ഒരു സംഭവം നടന്നു. 2026 ജനുവരിയിൽ പ്രതിപക്ഷ നേതാവ് അതിന് തയ്യാറാകുന്നു, അത് പ്രഖ്യാപിക്കുന്നു. ഇമ്മീഡിയറ്റ്ലി ആരോഗ്യമന്ത്രി വന്ന് പറയുകയാണ് ഞാൻ കൊടുക്കാം എന്ന്. അപ്പോൾ അവിടെ എന്താണ്? സിസ്റ്റത്തിനല്ലായിരുന്നു തകരാറ്, അപ്പോൾ സാധിക്കുമായിരുന്നു. അവിടെ ആർക്കായിരുന്നു തകരാറ് സംഭവിച്ചത്? ആ എത്തിക്സും മൊറാലിറ്റിയും ആ ചിന്തയും ആ ചേർത്ത് പിടിക്കലും എംപത്തിയും കമ്പാഷനും ഒക്കെ അവിടെ കുറഞ്ഞു എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും ആ പ്രവൃത്തി കാരണം. അതേസമയം ഇതേ ആൾ തന്നെ മറ്റു ചിലർക്ക് വേണ്ടി ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്ന് എഴുതിയിടുമ്പോൾ അവർ ഓർക്കണം ആ ചേർത്ത് പിടിക്കൽ അർഹിക്കുന്ന ഒരു അതിജീവിതയായിരുന്നു ആ 9 വയസ്സുള്ള പെൺകുട്ടിയെന്ന്. സോ അങ്ങനെയുള്ള സാർ പറഞ്ഞ പോലെ റെസ്പോൺസിബിൾ സിറ്റിസൺസ് ആണ് റെസ്പോൺസിബിൾ ജനപ്രതിനിധികളായി കൺവേർട്ട് ചെയ്യപ്പെടേണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ള സ്ഥാനങ്ങളിലേക്ക് ജനപ്രതിനിധികളും വ്യക്തികളും. എന്താടോ കണ്ടൻ നായരെ ഇത്രയധികം ധൃതി? എന്തായാലും ഇത്രയധികം വെപ്രാളം? എന്താ ഇത്രയധികം ഒരു അസ്വസ്ഥത? അലോസരപ്പെടുന്നതും അസ്വസ്ഥതയാവുന്നതും എന്തുകൊണ്ടാ? കണ്ടൻ നായർക്കും കുണ്ടി നായർക്കും മൊട്ട നായർക്കുമൊക്കെ വല്ലാത്ത അസ്വസ്ഥതയാ സത്യം വിളിച്ചു പറയുമ്പോൾ. കാരണം എന്താ? ഇവരുടെയൊക്കെ രാജാവിന്റെ അണ്ണാക്കിൽ കയറിയാണ് ശ്രീനാദേവി കുഞ്ഞമ്മ പൊട്ടിക്കുന്നത് എന്നുള്ളതാ. ആ ശ്രീനാദേവി കുഞ്ഞമ്മ ഇവരുടെയൊക്കെ അണ്ണാക്കിൽ കയറി പൊട്ടിക്കുമ്പോൾ ഇവർക്കൊക്കെ വല്ലാത്ത അസ്വസ്ഥതയാണ്. ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്ന് ഫേസ്ബുക്കിലും ചായക്കപ്പിലും ഒക്കെ എഴുതി പിടിപ്പിക്കുന്നവര് പാലക്കാട്ടെ 9 വയസ്സുകാരി വിനോദിനി എന്ന് പറയുന്ന പച്ചപ്പാവം പട്ടിണി പാവങ്ങള്, ആ പട്ടിണി പാവം ആ 9 വയസ്സുകാരിയുടെ ജീവിതം കണ്ടില്ലേ നിങ്ങളൊന്നും? അതോ ഇപ്പുറത്ത് രാഹുൽ മാങ്കൂട്ടം നിൽക്കുന്നുണ്ടെങ്കിൽ ആരോപണ വിധേയൻ കുറ്റക്കാരനും ഒക്കെ കുറ്റാരോപിതനുമൊക്കെ രാഹുൽ മാങ്കൂട്ടം ആണെങ്കിൽ മാത്രമേ ലവ് യു ടു മൂണും ആൻഡ് ബാക്കും ഉണ്ടാകുകയുള്ളൂ. ഇതാണ് നിങ്ങളുടെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. ഒരു 9 വയസ്സുകാരി ഒരു സർക്കാർ ആശുപത്രിയിലെ പിഴവ്, ആ പിഴവ് ശ്രദ്ധക്കുറവിന്റെ കാരണമായിട്ട് 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റപ്പെടുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, യഥാർത്ഥ അതിജീവിത ആരാ? ഈ 9 വയസ്സുകാരിയല്ലേ? ഇനി ആ കൊച്ചു ജീവിക്കേണ്ട ഇനിയുള്ള ജീവിതം, ആയുസ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ദൈവം തമ്പുരാൻ ആയുസ് കൊടുത്താൽ ഒരു 80, 70, 90 ഒക്കെ പോയേക്കാം. അത്രയും കാലം ജീവിക്കുന്നതിൻ്റെ അതിൻ്റെ 10% പോലും എന്ന് പറഞ്ഞാൽ ഒരു ജീവിതത്തിൽ ദൈവം തരുന്ന ആയുസിൻ്റെ ഒരു 10% പോലും ആ കുഞ്ഞ് ജീവിച്ചിട്ടില്ല. ഇനി 90%, 90% ലൈഫും ബാക്കി നിൽക്കുകയാ. ഇനി ആ കൊച്ചെങ്ങനെയാ ജീവിക്കേണ്ടത്? ഈ കൈയില്ലാത്തതിൻ്റെ ഒരു കൈയില്ലാത്ത കൊച്ചായിട്ട് ജീവിക്കണം. ആ ഒരു കൈയില്ലാത്തത് കൊണ്ട് ആ കുഞ്ഞ് വിനോദിനി എന്ന് പറയുന്ന ആ കുട്ടി ഇനി എത്രമാത്രം സഹിക്കേണ്ടതുണ്ട്? എല്ലാം ഫിസിക്കലി വെർബലി എന്തൊക്കെ അപമാനങ്ങള്, എന്തൊക്കെ കുത്തുവാക്കുകള്, എവിടെ നിന്നൊക്കെയുള്ള ആക്ഷേപങ്ങള് ആ കുട്ടി ജീവിതത്തിൽ കേൾക്കേണ്ടി വരും. അപ്പോൾ ആരാണ് യഥാർത്ഥ ഇര? ആരാണ് അതിജീവിത? നിങ്ങളെ ഉണ്ടാക്കിയ സാങ്കല്പിക ഇരയോ സാങ്കല്പിക അതിജീവിതയോ പോലെയല്ല വിനോദിനി. ഈ രാജ്യത്തെ കേരളത്തിലെ സിസ്റ്റത്തിന്റെ ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥയുടെ വീഴ്ചയുടെ ഭൂലോക തോൽവിയുടെ ഇരയാണ്, അതിജീവിതയാണ് വിനോദിനി. ആ കുട്ടിയുടെ കാര്യത്തിൽ ആ കുട്ടിയോടൊരിറ്റ് കരുണ, ആ കുട്ടിയോടൊരിറ്റ് ദയ, അത് കാണിക്കാൻ കഴിയാത്ത സിസ്റ്റം. എന്നിട്ട് ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും കുറിപ്പെഴുതുന്നു ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക്. എന്താണ് ഇതിൻ്റെ അർത്ഥം? എവിടെയാണ് ആത്മാർത്ഥത? എവിടെയാണ് മൊറാലിറ്റി? എവിടെയാണ് എത്തിക്സ്? എവിടെയാണ് സ്നേഹം? എവിടെയാണ് ചേർത്ത് പിടിക്കല്? ഇതൊക്കെ എവിടെ? രാഹുൽ മാങ്കൂട്ടം ഇപ്പുറത്തുണ്ടെങ്കിൽ ആരെന്ത് വ്യാജങ്ങൾ പടച്ചു വിട്ടാലും അതിനെതിരെ വലിയ ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ നടത്തുന്ന ആളുകൾ, ഇവരുടെ യഥാർത്ഥ മുഖങ്ങൾ എന്താണ്? അല്ലേ? വീണ ജോർജ് ആരോഗ്യമന്ത്രി ആയിരിക്കുമ്പോഴല്ലേ വീണ ജോർജിന്റെ ഈ പറയുന്ന കീഴിലുള്ള ഒരു സ്ഥാപനത്തില് ഒരു കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റുന്നു. എന്നിട്ട് ആ കുട്ടിയെ ചേർത്ത് പിടിക്കാൻ കഴിയാത്ത വീണ ജോർജാണോ ഒരു സ്ത്രീ? അവരാണോ ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്ന് എഴുതി വെക്കുന്നത്? അവരുടെ യജമാനൻ, ഈ വാലാട്ടിപ്പട്ടിയുടെ യജമാനൻ ചായക്കപ്പിൽ എഴുതി വെക്കുക ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക്.
ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ഈ അടിമകൾക്കറിയോ അല്ലെങ്കിൽ രാജാവിനറിയോ? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന്? എന്താണ് ഇവിടെ? സ്നേഹമുണ്ടോ? ആത്മാർത്ഥതയുണ്ടോ? കമ്മിറ്റ്മെന്റ് ഉണ്ടോ? കമ്പാഷൻ ഉണ്ടോ? മൊറാലിറ്റി ഉണ്ടോ? എത്തിക്സ് ഉണ്ടോ? എന്താണുള്ളത്? ഉള്ളത് പൊളിറ്റിക്സ് മാത്രം. ചീഞ്ഞ് നാറുന്ന പൊളിറ്റിക്സ്. അധികാര കസേരയിൽ വീണ്ടും ഇരിക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകളുടെ സംരക്ഷകരെന്ന് പറയുന്നവർ സ്ത്രീകളെ വിറ്റ് ജീവിക്കുന്നു, അല്ലേ? എല്ലാവരും പോരാടുന്നത് സ്ത്രീ സംരക്ഷണത്തിനാ. സ്ത്രീകളുടെ റൈറ്റ്സ്, സ്ത്രീകളുടെ ഫ്രീഡം, അവരുടെ എംപവർമെന്റ്, ഇതിനു വേണ്ടി പോരാടുന്നവര് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്താ? ഈ സ്ത്രീ സമൂഹത്തെ ചൂഷണം ചെയ്യുകയല്ലേ, അവരെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുകയല്ലേ, അവരെ മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യുകയല്ലേ ചെയ്യുന്നത്, അല്ലേ? ഇവിടെ അവകാശങ്ങൾ വേണ്ടതാർക്കാ? സ്ത്രീക്കാണോ? അവകാശങ്ങൾ വേണ്ടതാർക്കാ? പുരുഷനാണോ? അല്ലെന്നേ. അവകാശങ്ങൾ വേണ്ടത് മനുഷ്യനാ. അതിനെ ഇങ്ങനെ തരം തിരിച്ചുകൊണ്ട്, ഡിവൈഡ് ചെയ്തുകൊണ്ട്, ഡിവിസീവ് പൊളിറ്റിക്സ്, അതിലൂടെ ഒരു നേട്ടം. ഒരു വിഭാഗം ആളുകള് ജനങ്ങളെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുക. ഹിന്ദു എന്നും ക്രിസ്ത്യൻ എന്നും മുസ്ലിം എന്നും, മതമില്ലാത്തവൻ, മതമുള്ളവനെന്നും മതമില്ലാത്തവനെന്നുമുള്ള ഒരു ഡിവിഷൻ ഒരു വിഭാഗം നടത്തുന്നു. മറ്റൊരു വിഭാഗം തീയനെന്നും പൊലയനെന്നും ഈഴവനെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ജാതീയപരമായ വേർതിരിവുകൾ മറ്റൊരു വിഭാഗം ഉണ്ടാക്കുന്നു. ഇനി ഇവിടെ വേറൊരു ചില ആളുകൾ, അത് കുറച്ചുകൂടി ഇന്റലിജന്റ് ആയിട്ടുള്ള ഡിവിഷനാണ്. എന്താണ്? ഈ സമൂഹത്തെ മനുഷ്യനാണ്, മനുഷ്യനും മൃഗവും, അതാണ് വ്യത്യാസം. ഡിഫറൻസ് എന്താണ്? ഹ്യൂമൻ ബീയിങ്ങും അതുപോലെ അനിമലും തമ്മിലുള്ള വ്യത്യാസം. അവിടെയാണ് വേർതിരിവുകൾ ഉണ്ടാവേണ്ടത്. എന്നിട്ട് ആ മനുഷ്യനെ എന്താക്കുക? ലേഡീസ് ആൻഡ് ജെൻസ് എന്ന് പറഞ്ഞാൽ സ്ത്രീയെയും പുരുഷനെയും വേർതിരിച്ചുകൊണ്ട് ഈ പറയുന്ന ഡിവിസീവ് പൊളിറ്റിക്സ് കുറച്ചുകൂടി കടന്നുള്ള കൈ നടത്തിക്കൊണ്ട് അതിലൂടെ നേട്ടം കൊയ്യാൻ, അല്ലേ? എല്ലായിടത്തും എല്ലാ ഡിവിഷനിലും എന്താണ് നടക്കുന്നത്? ഇപ്പോ മുസ്ലിമെന്നും ഹിന്ദുവെന്നും ക്രിസ്ത്യനെന്നും വേർതിരിക്കുന്നവര് അവിടെ ഒരു വിഭാഗത്തെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് മറ്റൊരു വിഭാഗത്തിലൂടെ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഇവിടെയും അത് തന്നെ. ഇവിടെ സ്ത്രീ സമൂഹത്തെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഈ തനിക്കാക്കി, ബടക്കാക്കി തനിക്കാക്കുക എന്ന് പറയുന്ന കേട്ടില്ലേ? തനിക്കാകണമെങ്കിൽ ബടക്കാക്കണം എന്ന് പറഞ്ഞാൽ തനിക്ക് ലഭിക്കണമെങ്കിൽ മോശമാക്കണം. അതിനു വേണ്ടിയുള്ള ഒരു ശ്രമങ്ങൾ. എന്നിട്ട് ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക്. യഥാർത്ഥ അതിജീവിത അല്ലെങ്കിൽ ആക്രമിക്കപ്പെട്ട, ക്രൂശിക്കപ്പെട്ട, ക്രൂരമായി വേട്ടയാടപ്പെട്ട ഒരു വ്യക്തിയോടൊപ്പം നിൽക്കാൻ കഴിയുന്നില്ല. ആ വിനോദിനി എന്ന് പറയുന്ന 9 വയസ്സുകാരി പാലക്കാട്ടെ, ഈ സിസ്റ്റത്തിന്റെ, ഈ ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥയുടെ തോൽവിയുടെ, ഭൂലോക തോൽവിയുടെ എല്ലാത്തിന്റെയും ഇരയാണ് ആ 9 വയസ്സുകാരി. ആ 9 വയസ്സുകാരിയോട് കാണിക്കാത്ത ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്ന് പറയുന്ന സ്നേഹം എവിടെ നിന്ന് പൊട്ടിമുളക്കുന്നു? ബീഹാറിലെ കുഞ്ഞിനോട് കാണിക്കാത്ത ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക്. മനസ്സിലായില്ലേ? ബീഹാറിലെ കുഞ്ഞ് ഏത് കുഞ്ഞാണെന്ന് നിങ്ങൾ പറഞ്ഞോ? അപ്പോ ഈ പറയുന്ന രാഷ്ട്രീയം ചീഞ്ഞു നാറുന്ന പൊളിറ്റിക്സിന്റെ രാഷ്ട്രീയമല്ലേ? അല്ലേ? ചീഞ്ഞു നാറുന്ന പൊളിറ്റിക്കൽ സ്റ്റെൻഡ് അല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? അതിനപ്പുറത്തേക്ക് എവിടെയാണ് ആത്മാർത്ഥത? ആത്മാർത്ഥതയില്ല. പിന്നെ എന്താണ് ക്രൈറ്റീരിയ? എന്താണ് ഫാക്ടർ? എന്താണ് മാനദണ്ഡം? മാനദണ്ഡം ഒന്ന് മാത്രം. ഈ പുറത്ത് നിൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടമാണോ എന്നുള്ള ഒരു നോട്ടം മാത്രം. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് വന്നത് വ്യാജമാണോ എന്നുള്ളത് പോലും പരിശോധിക്കാൻ ടൈമില്ല, അതിനുള്ള മനസ്സില്ല, അതിനുള്ള സന്നദ്ധതയില്ല, അല്ലേ? വ്യാജമാണെന്ന് കോടതികൾ അത്രയും പറയുന്നു, അല്ലേ? നിങ്ങൾ ഇന്നലെ കണ്ടില്ലേ? പത്തനംതിട്ട ജില്ലാ കോടതി എന്താണ് പരാതിയെക്കുറിച്ച് പറഞ്ഞത്? ഹൈക്കോടതി എന്താണ് പരാതിയെക്കുറിച്ച് പറയുന്നത്? 1% പോലും സത്യസന്ധത ഈ വേട്ടയാടലിൽ, ഈ പരാതിയിൽ 1%, 25 വേണ്ട, 1% പോലും കാണാൻ സാധിക്കുന്നില്ല, അല്ലേ? അങ്ങനെയല്ല കോടതികൾ പറയുന്നത്. ഇവിടുത്തെ ജുഡീഷ്യറി അങ്ങനെയല്ല പറയുന്നത്. അപ്പോ മാനദണ്ഡം എന്താണ്? ഇപ്പുറത്ത് നിൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടമാണോ എന്നുള്ള മാനദണ്ഡം. രാഷ്ട്രീയ വേട്ടയാടൽ. ആ രാഷ്ട്രീയ വേട്ടയാടലിന് രാഹുൽ മാങ്കൂട്ടത്തിനെ വിട്ടുകൊടുക്കില്ല എന്നുള്ളതാ. കേരളത്തിലെ മാധ്യമങ്ങള്, കേരളത്തിലെ വേശ്യ മാധ്യമങ്ങള്, ഈ മാധ്യമങ്ങളല്ല കേരളത്തിലെ ജനസമൂഹം എന്ന് പറയുന്നത്. ഈ പ്രബുദ്ധരായ ജനയെ വിഡ്ഢിയാക്കാൻ കഴിയുമെന്ന് ഒരു കണ്ടൻ നായരും, ഒരു മൊട്ട നായരും, ഒരു കുണ്ടി നായരും, ഒരു കുണ്ടൻ നായരും വിചാരിക്കേണ്ട.
മനസ്സിലായില്ലേ? ചോദ്യങ്ങൾ നിരന്തരമായി ചോദിച്ചു കൊണ്ടിരിക്കും. പ്രതിരോധിക്കേണ്ടിടത്ത് ഇറങ്ങി പ്രതിരോധിക്കുക തന്നെ ചെയ്യും. അതിന് കണ്ടൻ നായർക്കും കുണ്ടി നായർക്കും മൊട്ട നായർക്കും കിട്ടുന്നത് പോലെയുള്ള PR വർക്കിന് ലഭിക്കുന്ന തുക പൊതുജനത്തിന് ആവശ്യമില്ല. ന്യായമാണ് എന്ന് തോന്നുന്നത് എന്തും പറഞ്ഞുകൊണ്ടേയിരിക്കും. മനസ്സിലായില്ലേ? അത് ജനം പറയുന്നു, കോടതി അത് ശരിവെക്കുന്നു. കണ്ടൻ നായർക്ക് 25% സത്യമുണ്ടെന്ന് തോന്നുന്നിടത്ത് കോടതിക്ക് 1% പോലും സത്യം തോന്നുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ വ്യത്യാസം. കണ്ടൻ നായർക്ക് പിന്നെ എങ്ങനെ അത് തോന്നി? കാരണം കണ്ടൻ നായർക്ക് അജണ്ടകളുണ്ട്. കണ്ടൻ നായർക്ക് വ്യക്തമായ അജണ്ടകളുണ്ട്. ആ അജണ്ടകൾക്ക് പുറത്ത് കണ്ടൻ നായർക്ക് 25 മേ ബി 100% തന്നെ തോന്നിയേക്കാം. ഇനി തോന്നിയിട്ടില്ലെങ്കിൽ തോന്നിപ്പിക്കും. ബിക്കോസ് അതാണ് അജണ്ട എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അവിടെ രാഹുൽ മാങ്കൂട്ടം വിവാദങ്ങൾ ഒന്നും താനെ പൊട്ടിപ്പൊളച്ചതോ സത്യത്തിൻ്റെ പിന്നിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കപ്പെട്ടതോ ഒന്നുമല്ല. മറിച്ച് വ്യക്തമായ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ പരാതികൾ അത്രയും. അതുകൊണ്ട് തന്നെയാണ് ഈ ഒന്നാമത്തതാവട്ടെ, രണ്ടാമത്തതാവട്ടെ, മൂന്നാമത്തതാവട്ടെ ഏത് പരാതിയും കോടതിയിലെത്തുമ്പോൾ അടപടലം മൂഞ്ചുന്ന അവസ്ഥ നമ്മൾ കാണുന്നത് അല്ലേ? ഒന്ന് മൂഞ്ചി, രണ്ട് മൂഞ്ചി, മൂന്നാമത്തതും മൂഞ്ചി കോടതിയിൽ. ഒരു പരാതി നിയമപരമായി നിലനിൽക്കില്ല എന്ന് ഒരു ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ പോലും കോടതി കണ്ടെത്തുന്നുണ്ടെങ്കിൽ ഈ ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്ന് പറഞ്ഞതിൻ്റെ ആത്മാർത്ഥതയെ നമ്മൾ അതുകൊണ്ടാണ് ചോദ്യം ചെയ്യുന്നത് അല്ലേ? മറിച്ച് ഈ ലവ് യു ടു മൂണും ബാക്കും എവിടെയാണ് ഉണ്ടായിരുന്നത്? രാഹുൽ മാങ്കൂട്ടം ഇപ്പുറത്ത് നിൽക്കുമ്പോൾ ഉണ്ടായി. അതിനു മുമ്പ് P ശശിയും PK ശശിയും കടകംപള്ളിയും തോമസ് ഐസക്കും മുകേഷും ഗണേഷ് കുമാറും AK ശശീന്ദ്രനും അടങ്ങുന്ന ഒരു വെട്ടുകളിക്കൂട്ടം, ഒരു പൂവൻകോഴിക്കൂട്ടം AKG സെന്ററിൽ അങ്ങനെ വളർന്ന് പന്തലിച്ച് നിൽപ്പുണ്ടല്ലോ. ആ ഘട്ടത്തിലൊന്നും ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് കണ്ടില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ആത്മാർത്ഥതയെ നമ്മൾ വീണ്ടും വീണ്ടും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും. പാലക്കാട്ടെ 9 വയസ്സുകാരി വിനോദിനിയോട് ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് പറയുന്നത് ആരും കണ്ടില്ലല്ലോ. അവിടെയും നമ്മൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും. അതും ഒരു സ്ത്രീയാണ്, മനുഷ്യനാണ്, ഒരു പിഞ്ചു കുഞ്ഞാണ്, 9 വയസ്സുകാരിയാണ്. ആ കുട്ടിയോടില്ലാത്ത സ്നേഹം, ആ കുട്ടിയോട് കാണിക്കാത്ത കമ്പാഷൻ, ആ കുട്ടിയോട് കാണിക്കാത്ത ആത്മാർത്ഥത, അതിനെ നമ്മൾ വീണ്ടും വീണ്ടും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും.